അമിത വേഗത മൂലമുണ്ടാകുന്ന ബസ് അപകടങ്ങൾ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ബസ്സുകൾ വലിയ വലുപ്പവും ഭാരവുമുള്ള വാഹനങ്ങളായതുകൊണ്ട് തന്നെ ഉയർന്ന വേഗതയിലായിരിക്കുമ്പോൾ അവയുടെ നിയന്ത്രണം നഷ്ടപ്പെടാനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയേറെയാണ്. ഈ വിഷയത്തിന്റെ പ്രധാന വശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. അപകടത്തിന്റെ പ്രധാന കാരണങ്ങൾ. നിയന്ത്രണം നഷ്ടപ്പെടൽ. ഉയർന്ന വേഗതയിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ വാഹനം തെന്നിമാറാനോ സ്കിഡിംഗ് മറിയാനോ വലിയ സാധ്യതയുണ്ട്. വളവുകളിലെ അപകടങ്ങൾ. ബസ് വേഗത്തിൽ വളവുകൾ തിരിക്കുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം വശങ്ങളിലേക്ക് മറിയാൻ സാധ്യത കൂടുതലാണ്. കാഴ്ച പരിമിതി. ടണൽ വിഷൻ. വേഗത കൂടുമ്പോൾ ഡ്രൈവർ റോഡിന്റെ വശങ്ങളിലെ കാഴ്ചകൾ വ്യക്തമായി കാണാൻ സാധിക്കാതെ വരുന്നു. ബ്രേക്കിംഗ് ദൂരം കൂടുന്നത്. ഉയർന്ന വേഗതയിലുള്ള ഒരു ബസ് പൂർണ്ണമായി നിർത്തിക്കാൻ കൂടുതൽ ദൂരം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആവശ്യമാണ്. പെട്ടെന്ന് മുന്നിൽ ഒരു തടസ്സം കണ്ടാൽ ഇടിക്കാതിരിക്കാൻ സാധിക്കാതെ വരുന്നത് ഇതുകൊണ്ടാണ്. 2. പ്രധാന പ്രത്യാഘാതങ്ങൾ. കൂടുതൽ ആളുകൾക്ക് പരിക്കോ ജീവഹാനിയോ. ബസ്സിൽ ധാരാളം യാത്രക്കാർ ഉള്ളതിനാൽ ഒരൊറ്റ അപകടത്തിൽ തന്നെ നിരവധി ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്നു. ഈട്ടി താങ്ങാനുള്ള ശേഷിക്കുറവ്. വേഗത ഇരട്ടിയാകുമ്പോൾ വാഹനം ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തിന്റെ തീവ്രത 4 മടങ്ങായി കിനറ്റിക് എനർജി ഫ്രാക്ക 1.2 MV/2 വർദ്ധിക്കുന്നു. മറ്റ് റോഡ് ഉപയോക്താക്കൾക്കുള്ള ഭീഷണി. കാൽനടയാത്രക്കാർ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയുമായി ബസ് കൂട്ടിയിടിച്ചാൽ വലിയ ദുരന്തമാണ് സംഭവിക്കുക. 3. അമിത വേഗത തടയാനുള്ള മാർഗങ്ങൾ. സുരക്ഷിതമായ ഡ്രൈവിംഗ്. വേഗതയേക്കാൾ പ്രധാനം സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതാണ്. സ്പീഡ് ഗവേണറുകൾ. സ്പീഡ് ഗവർണേഴ്സ്. ബസ്സുകളിൽ നിശ്ചിത വേഗത പരിധി, ഉദാഹരണത്തിന് 60 മണിക്കൂറിൽ -70 കിലോമീറ്റർ ഉറപ്പാക്കുന്ന സ്പീഡ് ഗവേണറുകൾ നിർബന്ധമാക്കുക. ട്രാഫിക് നിയമപാലനം. സ്പീഡ് ക്യാമറകൾ വഴിയും ഇൻഫ്രാറെഡ് റഡാറുകൾ വഴിയും അമിത വേഗത കണ്ടെത്തി പിഴ ചുമത്തുക. ഡ്രൈവർമാരുടെ വിശ്രമവും ബോധവൽക്കരണവും. കൃത്യസമയത്ത് സർവീസ് പൂർത്തിയാക്കാനുള്ള തിടുക്കവും കോമ്പറ്റിറ്റീവ് ഷെഡ്യൂൾസ് ഉറക്കമില്ലായ്മയുമാണ് പലപ്പോഴും അമിത വേഗതയ്ക്ക് കാരണം. ഡ്രൈവർമാർക്ക് ആവശ്യത്തിന് വിശ്രമവും ബോധവൽക്കരണവും നൽകേണ്ടതുണ്ട്. യാത്രക്കാരുടെ ഇടപെടൽ. ബസ് ഡ്രൈവർ അമിത വേഗതയിലോ അശ്രദ്ധമായോ വണ്ടി ഓടിച്ചാൽ യാത്രക്കാർക്കത് ചൂണ്ടിക്കാണിക്കാനും മോട്ടോർ വാഹന വകുപ്പിനെ OFMVD അറിയിക്കാനും സാധിക്കും.